ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ഉദയൻ കിളിയന്നൂർ. പ്രധാന വാർത്തകൾ. നയതന്ത്ര സൈനിക പങ്കാളിത്തം ശക്തിപ്പെടുത്താനും പ്രതിരോധ കയറ്റുമതി വർദ്ധിപ്പിക്കാനും ഇന്ത്യയുടെ വർദ്ധിച്ച പ്രതിരോധ ശേഷി സഹായിക്കുമെന്ന് രാഷ്ട്രപതി ദ്രൌപദി മുർമു. പ്രതിപക്ഷ ബഹളം കാരണം ഇത്തവണ പാർലമെന്റിന്റെ ശീതകാല സമ്മേളനത്തിന്റെ പ്രവർത്തനക്ഷമതയിൽ കുറവുണ്ടായതായി കേന്ദ്രമന്ത്രി കിരൺ റിജിജു. ഇരുസഭകളും അനിശ്ചിതകാലത്തേക്ക് പിരിഞ്ഞു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 2 ദിവസത്തെ കുവൈത്ത് സന്ദർശനത്തിന് നാളെ തുടക്കം. തിരുവനന്തപുരത്ത് നടന്ന 29ാമത് കേരള രാജ്യാന്തര ചലച്ചിത്രമേളയ്ക്ക് കൊടിയിറങ്ങി. പെട്രോ ഫ്രയർ സംവിധാനം ചെയ്ത ബ്രസീലിയൻ ചിത്രം മലുവിന് മികച്ച ചിത്രത്തിനുള്ള സുവർണ ചകോരം. മികച്ച മലയാള ചിത്രവും ജനപ്രിയ ചിത്രത്തിനുള്ള നെറ്റ്പാക്ക് പുരസ്കാരവും ഫെമിനിച്ചി ഫാത്തിമയ്ക്ക്. ISL ഫുട്ബോളിൽ FC ഗോവ മോഹൻ ബഗാൻ പോരാട്ടം. വാർത്തകൾ വിശദമായി. നയതന്ത്ര സൈനിക പങ്കാളിത്തം ശക്തിപ്പെടുത്താനും പ്രതിരോധ കയറ്റുമതി വർദ്ധിപ്പിക്കാനും ഇന്ത്യയുടെ വർദ്ധിച്ച പ്രതിരോധ നിർവഹണ ശേഷി സഹായിക്കുമെന്ന് രാഷ്ട്രപതി ദ്രൌപദി മുർമു. സാങ്കേതിക വിദ്യയിലെ പുരോഗതി രാജ്യസുരക്ഷയിൽ നിർണായക സ്വാധീനം ചെലുത്തുന്നുണ്ടെന്നും രാഷ്ട്രപതി പറഞ്ഞു. സെക്കന്ദരാബാദിലെ കോളേജ് ഓഫ് ഡിഫൻസ് മാനേജ്മെന്റിന് പ്രസിഡന്റ്സ് കളേഴ്സ് സമ്മാനിക്കുകയായിരുന്നു ശ്രീമതി മുർമു. ശീതകാല സമ്മേളനം പൂർത്തിയാക്കി പാർലമെന്റിന്റെ ഇരുസഭകളും അനിശ്ചിതകാലത്തേക്ക് പിരിഞ്ഞു. രൂക്ഷമായ ഭരണ പ്രതിപക്ഷ പ്രതിഷേധത്തിന് വേദിയായി ഇത്തവണ പാർലമെന്റ് സമ്മേളനം. ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് സംബന്ധിച്ച ബില്ലുകൾ സംയുക്ത പാർലമെന്റ് സമിതിയുടെ പരിഗണനയ്ക്ക് വിട്ടു. അടുത്ത സമ്മേളനത്തിൽ സമിതി റിപ്പോർട്ട് കൈമാറും. പ്രതിപക്ഷ ബഹളം കാരണം ഇത്തവണ പാർലമെന്റ് ശീതകാല സമ്മേളനത്തിന്റെ പ്രവർത്തനക്ഷമതയിൽ കുറവുണ്ടായതായി കേന്ദ്രമന്ത്രി കിരൺ റിജിജു. ലോക്സഭ 54%, രാജ്യസഭ 40% മാത്രമാണ് പ്രവർത്തന മികവ് രേഖപ്പെടുത്തിയതെന്ന് അദ്ദേഹം പറഞ്ഞു. ന്യൂഡൽഹിയിൽ മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു കേന്ദ്രമന്ത്രി. इस बार का ये शीतकालीन सत्र का प्रोडक्टिविटी की दृष्टि से, कामकाज का दृष्टि से लोकसभा 54.5% और राज्यसभा में लगभग 40% का काम हो पाया है. मुख्य रूप से विपक्षी दलों के कई सदस्यों ने संसद में बाधित करके कामकाज का जो हमारा गति है इसमें काफी रोक लगाया, जिसका वजह से प्रोडक्टिविटी जो रेट है वो काफी कम हुआ है. സമ്മേളന കാലയളവിൽ 4 ബില്ലുകൾ ലോക്സഭയും 3 രാജ്യസഭയും പാസാക്കിയെന്ന് പറഞ്ഞ അദ്ദേഹം ഭരണഘടന അംഗീകരിച്ചതിന്റെ 75ാം വാർഷികത്തോടനുബന്ധിച്ച് ലോക്സഭയിലും രാജ്യസഭയിലും പ്രത്യേക ചർച്ച സംഘടിപ്പിച്ചതായും വിശദീകരിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 2 ദിവസത്തെ കുവൈറ്റ് സന്ദർശനത്തിന് നാളെ തുടക്കം. കുവൈറ്റ് അമീറിന്റെ ക്ഷണപ്രകാരമാണ് സന്ദർശനം. 43 വർഷത്തിന് ശേഷം ആദ്യമായാണ് ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി കുവൈറ്റ് സന്ദർശിക്കുന്നത്. സന്ദർശനവേളയിൽ ശ്രീ മോദി കുവൈറ്റ് നേതൃത്വവുമായി ചർച്ച നടത്തും. കുവൈറ്റിലെ ഇന്ത്യൻ സമൂഹവുമായും പ്രധാനമന്ത്രി സംവദിക്കും. 29ാമത് കേരള രാജ്യാന്തര ചലച്ചിത്രമേളയ്ക്ക് തിരുവനന്തപുരത്ത് കൊടിയിറങ്ങി. നിശാഗന്ധി ഓഡിറ്റോറിയത്തിൽ നടന്ന സമാപന സമ്മേളനത്തിന്റെ ഉദ്ഘാടനം മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിച്ചു. സ്ത്രീപക്ഷ കാഴ്ചപ്പാടുകൾ ഉയർത്തിപ്പിടിച്ച മേള ഐക്യത്തിന്റെയും ഒരുമയുടെയും വേദിയായി മാറിയെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. സ്പിരിറ്റ് ഓഫ് സിനിമ പുരസ്കാരം സംവിധായക പായൽ കപാഡിയ മുഖ്യമന്ത്രിയിൽ നിന്ന് ഏറ്റുവാങ്ങി. കേരള രാജ്യാന്തര ചലച്ചിത്രമേളയിൽ മികച്ച ചിത്രത്തിനുള്ള സുവർണ ചകോരം പെട്രോ ഫ്രയർ സംവിധാനം ചെയ്ത ബ്രസീലിയൻ ചിത്രമായ മലു സ്വന്തമാക്കി. രജത പുരസ്കാരം ഹൈപ്പർ ബോറിയൻസ എന്ന ചിത്രത്തിനാണ്. മികച്ച മലയാള ചിത്രവും പ്രേക്ഷക ചിത്രത്തിനുമുള്ള നെറ്റ്പാക്ക് പുരസ്കാരവും മുഹമ്മദ് ഫാസിൽ സംവിധാനം ചെയ്ത ഫെമിനിച്ചി ഫാത്തിമ നേടി. സാങ്കേതിക മികവിനുള്ള സ്പെഷ്യൽ ജൂറി പുരസ്കാരം ഈസ്റ്റ് ഓഫ് നൂൺ എന്ന ചിത്രത്തിനാണ്. പ്രധാനമന്ത്രി സൂര്യഘർ പദ്ധതിക്ക് കീഴിൽ രാജ്യത്ത് 6,30,000 പുരപ്പുര സൌരോർജ്ജ സംവിധാനങ്ങൾ സ്ഥാപിച്ചതായി പുനരുപയോഗ ഊർജ്ജ മന്ത്രി പ്രഹ്ലാദ് ജോഷി. പദ്ധതിയുടെ നടത്തിപ്പ് അവലോകനം ചെയ്യുന്നതിനായി പശ്ചിമബംഗാൾ, ബീഹാർ, ഒഡീഷ, ഝാർഖണ്ഡ്, വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിലെ പ്രതിനിധികളുമായി കൊൽക്കത്തയിൽ ചേർന്ന യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പുരപ്പുറ സൌരോർജ്ജ പദ്ധതി കേന്ദ്ര സർക്കാരിന്റെ ദീർഘകാല അടിസ്ഥാന പദ്ധതിയാണെന്നും ഇതിലൂടെ വൈദ്യുതി നിരക്ക് ഗണ്യമായി ലാഭിക്കാനാകുമെന്നും ശ്രീ പ്രഹ്ലാദ് ജോഷി വ്യക്തമാക്കി. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് _തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR ന്യൂസ് _TVM X ഹാൻഡിലും ലഭ്യമാണ്.
ISL ഫുട്ബോളിൽ FC ഗോവ മോഹൻ ബഗാൻ പോരാട്ടം. ഗോവയിലെ ഫത്തോർദ സ്റ്റേഡിയത്തിലാണ് മത്സരം. ഹരിയാന മുൻ മുഖ്യമന്ത്രിയും ഇന്ത്യൻ നാഷണൽ ലോക്ദളിന്റെ നേതാവുമായ ഓം പ്രകാശ് ചൌട്ടാല അന്തരിച്ചു. 89 വയസ്സായിരുന്നു. ഗുഡ്ഗാവിലെ വസതിയിൽ ഹൃദയാഘാതത്തെ തുടർന്നായിരുന്നു അന്ത്യം. 7 തവണ MLAയും 5 തവണ ഹരിയാന മുഖ്യമന്ത്രിയുമായിരുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി, കേന്ദ്രമന്ത്രി മനോഹർ ലാൽ തുടങ്ങി പ്രമുഖർ അദ്ദേഹത്തിന്റെ നിര്യാണത്തിൽ അനുശോചനം രേഖപ്പെടുത്തി. ദേശസുരക്ഷയ്ക്കായി അഭിമാനകരമായ സേവനമാണ് സശസ്ത്ര സീമാബൽ കാഴ്ചവച്ചതെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. അതിർത്തി മേഖലയിലെ നുഴഞ്ഞുകയറ്റവും കുറ്റകൃത്യങ്ങളും തടയുന്നതിൽ SSB സൈനികർ നിർണായക പങ്കാണ് വഹിച്ചതെന്നും അദ്ദേഹം പറഞ്ഞു. SSB സ്ഥാപക ദിനത്തോടനുബന്ധിച്ച് സിലിഗുരിയിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു കേന്ദ്രമന്ത്രി. खुली सीमा से नारकोटिक्स, मानव तस्करी, हथियारों की आवाजाही और देश विरोधी तत्वों की घुसपैठ को बड़ी मुस्तैदी के साथ SSB के जवानों ने रोका है. इतना ही नहीं, पूर्वी क्षेत्र में नक्सल विरोधी अभियान में केवल SSB ने CRPF और स्थानीय पुलिस बल को साथ में लेकर ये पूरे पूर्वी क्षेत्र को नक्सल से मुक्त करने में एक महत्वपूर्ण भूमिका निभाई है. രാജ്യത്തിനായി ജീവൻ ബലിയർപ്പിച്ച സേനാംഗങ്ങൾക്ക് അദ്ദേഹം ചടങ്ങിൽ ശ്രദ്ധാഞ്ജലി അർപ്പിച്ചു. രാജസ്ഥാനിലെ ജയ്പൂരിൽ ഇന്ന് പുലർച്ചെ ഗ്യാസ് ടാങ്കറുകൾ കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ ജീവൻ നഷ്ടപ്പെട്ടവരുടെ കുടുംബാംഗങ്ങളെ രാഷ്ട്രപതി ദ്രൌപദി മുർമുവും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ദുഃഖമറിയിച്ചു. സംഭവത്തിൽ 7 പേർ മരിക്കുകയും 33 പേർക്ക് പരിക്കേൽക്കുകയുമുണ്ടായി. 29 ട്രക്കുകളും 2 സ്ലീപ്പർ ബസ്സുകളും ഉൾപ്പെടെ 40 വാഹനങ്ങൾ തകർന്നു. മരിച്ചവരുടെ ആശ്രിതർക്ക് പ്രധാനമന്ത്രി ദേശീയ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് 2 ലക്ഷം രൂപ വീതവും പരിക്കേറ്റവർക്ക് 50,000 രൂപ വീതവും നൽകും. കോഴിക്കോട് സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന വിഖ്യാത സാഹിത്യകാരൻ MT വാസുദേവൻ നായരുടെ ആരോഗ്യനില ഗുരുതരം. അദ്ദേഹത്തിന് ഹൃദയസ്തംഭനമുണ്ടായതായി ആശുപത്രി അധികൃതർ മെഡിക്കൽ ബുള്ളറ്റിനിലൂടെ അറിയിച്ചു. ഡോക്ടർമാരുടെ വിദഗ്ധ സംഘം ആരോഗ്യനില നിരീക്ഷിച്ചു വരികയാണ്. കേന്ദ്ര ഊർജ്ജ നഗരകാര്യമന്ത്രി മനോഹർ ലാൽ 2 ദിവസത്തെ സന്ദർശനത്തിനായി നാളെ കേരളത്തിലെത്തും. മുഖ്യമന്ത്രി പിണറായി വിജയനുമായി അദ്ദേഹം മറ്റന്നാൾ തിരുവനന്തപുരത്ത് കൂടിക്കാഴ്ച നടത്തും. ഊർജ്ജ നഗരകാര്യ പദ്ധതികളുടെ അവലോകനവും സന്ദർശനത്തിന്റെ ഭാഗമായി നടക്കും. തുടർന്ന് കൊച്ചി സന്ദർശിക്കുന്ന അദ്ദേഹം വാട്ടർ മെട്രോ പ്രവർത്തനങ്ങളും വിലയിരുത്തും. ഗ്രാമ ന്യായാലയയുടെ അധികാര പരിധിയിൽ വർദ്ധിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് കേരള സർക്കാരിന്റെയും കേരള ഹൈക്കോടതിയുടെയും നിർദ്ദേശങ്ങൾ. ഈ വിഷയത്തിൽ തീരുമാനം കൈക്കൊള്ളുമെന്നും കേന്ദ്ര നിയമമന്ത്രി അർജുൻ റാം മേഘ്വാൾ പുതുതായി ഗ്രാമ ന്യായാലയ സംഘടിപ്പിക്കുന്നതിന് ഹൈക്കോടതിയുടെ സമ്മതത്തോടെ സംസ്ഥാന സർക്കാരുകൾക്ക് വിജ്ഞാപനം പുറപ്പെടുവിക്കാം. ഒരു ഗ്രാമ ന്യായാലയ സ്ഥാപിക്കുവാൻ സംസ്ഥാന സർക്കാരിന് കേന്ദ്രം 18 ലക്ഷം രൂപ അനുവദിക്കും. പരുത്തി കൃഷിക്കുള്ള 12 സംസ്ഥാനങ്ങളിലെ 149 ജില്ലകളിലായി പരുത്തി കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ 499 സംഭരണ കേന്ദ്രങ്ങൾ സ്ഥാപിച്ചിട്ടുണ്ടെന്ന് കേന്ദ്ര ടെക്സ്റ്റൈൽസ് സഹമന്ത്രി പബിത്ര മാർഗരിറ്റ. രാജ്യസഭയിൽ ഒരു ചോദ്യത്തിന് രേഖാമൂലം മറുപടി നൽകുകയായിരുന്നു മന്ത്രി. 2023-24 പരുത്തി സീസണിൽ രാജ്യത്തുടനീളം 446 സംഭരണ കേന്ദ്രങ്ങൾ തുറന്നതായും അവർ പറഞ്ഞു. എല്ലാവരെയും ഉൾക്കൊള്ളുന്നതും യുവജനങ്ങൾക്ക് പ്രാമുഖ്യം നൽകിയുമുള്ള നയങ്ങളാണ് ഇന്ത്യ പ്രോത്സാഹിപ്പിക്കുന്നതെന്ന് കായിക യുവജനകാര്യ സഹമന്ത്രി രക്ഷ ഖഡ്സെ. ഡൽഹിയിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു മന്ത്രി. ഈ വർഷം പാരീസിൽ 6 ഒളിമ്പിക്സ് മെഡലുകളും 29 പാരാലിമ്പിക്സ് മെഡലുകളും നേടിയതിലൂടെ ഖേലോ ഇന്ത്യയും ടാർഗറ്റ് ഒളിമ്പിക് പോഡിയം പദ്ധതിയും ഫലപ്രദമാണെന്ന് തെളിഞ്ഞതായും അവർ പറഞ്ഞു. ഇന്ത്യ യൂറോപ്യൻ യൂണിയൻ സ്വതന്ത്ര വ്യാപാര കരാർ സംബന്ധിച്ച് കേന്ദ്ര വാണിജ്യ വ്യവസായ മന്ത്രി പീയൂഷ് ഗോയൽ യൂറോപ്യൻ ട്രേഡ് ആൻഡ് ഇക്കണോമിക് സെക്യൂരിറ്റി കമ്മീഷണറുമായി ഓൺലൈൻ ചർച്ച നടത്തി. വ്യാപാരത്തെ തടസ്സപ്പെടുത്തുന്ന താരിഫ്, ഇതര തടസ്സങ്ങൾ പരിഹരിക്കേണ്ടതിന്റെ പ്രാധാന്യം അദ്ദേഹം ചൂണ്ടിക്കാട്ടി. പ്രധാന വാർത്തകൾ വീണ്ടും. നയതന്ത്ര സൈനിക പങ്കാളിത്തം ശക്തിപ്പെടുത്താനും പ്രതിരോധ കയറ്റുമതി വർദ്ധിപ്പിക്കാനും ഇന്ത്യയുടെ വർദ്ധിച്ച പ്രതിരോധശേഷി സഹായിക്കുമെന്ന് രാഷ്ട്രപതി ദ്രൌപദി മുർമു. പ്രതിപക്ഷ ബഹളം കാരണം ഇത്തവണ പാർലമെന്റിന്റെ ശീതകാല സമ്മേളനത്തിന്റെ പ്രവർത്തനക്ഷമതയിൽ കുറവുണ്ടായതായി കേന്ദ്രമന്ത്രി കിരൺ റിജിജു. ഇരുസഭകളും അനിശ്ചിതകാലത്തേക്ക് പിരിഞ്ഞു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 2 ദിവസത്തെ കുവൈറ്റ് സന്ദർശനത്തിന് നാളെ തുടക്കം. തിരുവനന്തപുരത്ത് നടന്ന 29ാമത് കേരള രാജ്യാന്തര ചലച്ചിത്രമേളയ്ക്ക് കൊടിയിറങ്ങി. പെട്രോ ഫ്രയർ സംവിധാനം ചെയ്ത ബ്രസീലിയൻ ചിത്രം മലുവിന് മികച്ച ചിത്രത്തിനുള്ള സുവർണ ചകോരം. മികച്ച മലയാള ചിത്രവും ജനപ്രിയ ചിത്രത്തിനുള്ള നെറ്റ്പാക്ക് പുരസ്കാരവും ഫെമിനിച്ചി ഫാത്തിമയ്ക്ക്. ISL ഫുട്ബോളിൽ FC ഗോവ മോഹൻ ബഗാൻ പോരാട്ടം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 8:35.